സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാണ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള്? കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് കറണ്ട് അഫേഴ്സ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2025 കറണ്ട് അഫേഴ്സ് നമ്മൾ ഇതാ പഠിച്ചു തീരാറായിട്ടുണ്ട്. ഇതുവരെ നമ്മൾ 7 ക്ലാസ്സുകൾ ചെയ്തു. ആ ക്ലാസ്സുകളുടെ എല്ലാം നല്ല അടിപൊളി PDF നോട്ടുകൾ ടെലഗ്രാം ചാനൽ നൽകിയിട്ടുണ്ട്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ കമന്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ കൂട്ടുകാർ, വരാൻ പോകുന്ന 10th ലെവൽ മെയിൻ എക്സാം, സെക്രട്ടേറിയറ്റ് OA, ASM ഏതൊരു പരീക്ഷ ആയിക്കോട്ടെ, നിങ്ങൾ എഴുതാൻ പോകുന്ന ലാബ് അസിസ്റ്റന്റ് എക്സാം ഉൾപ്പെടെ നിങ്ങൾക്ക് മുഴുവൻ കറണ്ട് അഫേഴ്സും ഈ ചാനൽ ഫോളോ ചെയ്താൽ കിട്ടും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കട്ടോ, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി. നോക്കൂ, ക്ലാസ് 1 ഇതായിരുന്നു. ജനുവരി മാസം നമ്മൾ കൃത്യമായിട്ട് എടുത്തു. അപ്പൊ ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. 2ാമത്തെ ക്ലാസ് എടുത്തിരുന്നു. 3ാമത്തെ ക്ലാസ് കേരള ബജറ്റ് കൃത്യമായിട്ട് പഠിപ്പിച്ചു. രസകരമായിട്ട് കേന്ദ്ര ബജറ്റ് അടിപൊളി ക്ലാസ് ആണ് പഠിപ്പിച്ചിട്ടുണ്ട്. MT വാസുദേവൻ നായരെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഫെബ്രുവരി മാസത്തെയും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 7 ക്ലാസ്സുകൾ. അപ്പൊ നമുക്ക് നേരിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. 8ാമത്തെ ക്ലാസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ലാസ്സുകളുടെ എല്ലാം ലിങ്ക് ഈ വീഡിയോക്ക് അവസാനം പ്ലേലിസ്റ്റ് ഉണ്ടാവും, നിങ്ങൾ കണ്ടു നോക്കുക. അന്തരിച്ച പ്രശസ്ത ഗായകൻ P. ജയചന്ദ്രന്റെ ആത്മകഥ ഏതാണ്? കൂട്ടുകാരെ, പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ, ഭാവഗായകൻ ജയേന്ദ്ര സാറിന്റെ ആത്മകഥയാണ് ഏകാന്ത പതികൻ ഞാൻ. ഏകാന്ത പതികൻ ഞാൻ ഒന്ന് പഠിച്ചു വെച്ചേ. 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി തദ്ദേശീയ ജനങ്ങൾക്കായുള്ള മികവിന്റെ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മോത്തിഹാരിയാണ് കേട്ടോ. ആരാണ്? നരേന്ദ്രമോദിജി. മോത്തിഹാരി ബീഹാറിലെ സ്ഥലമാണ്. അപ്പൊ തദ്ദേശീയ ജനങ്ങൾക്കുള്ള മികവിന്റെ കേന്ദ്രമാണ് മോത്തിഹാരി, മികവിന്റെ കേന്ദ്രം. ഗില്ലൻ ബാരി എന്ന് പറയുന്ന ഒരു അസുഖം കൂട്ടുകാർക്ക് അറിയാലോ, ചോദിക്കാൻ സാധ്യതയേറെയുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചു വെക്കണം. ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? മൂവാറ്റുപുഴയിലാണ്. എവിടെയാടാ? മൂവാറ്റുപുഴയിലാണ് ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത്. എറണാകുളം ജില്ലയാണോ ഇടുക്കി ജില്ലയാണോ മൂവാറ്റുപുഴ? ഒന്ന് കമന്റ് ചെയ്തേ. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, ഇടുക്കി ജില്ലയിലല്ല, എറണാകുളത്താണ് മൂവാറ്റുപുഴ. അപ്പൊ എറണാകുളത്തുള്ള മൂവാറ്റുപുഴയിലാണ് ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത്. ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനം തകരാറിലാക്കുന്ന നാഡീ സംബന്ധമായ അവസ്ഥയാണ് ഗില്ലൻ ബാരി സിൻഡ്രോം കേട്ടോ. ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനം തകരാറിലാക്കുന്ന നാഡീ സംബന്ധമായ അവസ്ഥയാണ് ഗില്ലൻ ബാരി സിൻഡ്രോം. ഓക്സിലറി ഗ്രൂപ്പ് 2025 വിപുലീകരണവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന സംഘടിപ്പിക്കുന്ന ഓക്സിലോ സംസ്ഥാനതല ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മകളെ, എന്താണ് ഈ ഓക്സിലറി ഗ്രൂപ്പ് എന്നൊക്കെ അറിയാത്ത കൂട്ടുകാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ആ പത്ര കട്ടിങ് കൊടുത്തത്. നിങ്ങൾക്കറിയാം, കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ സരസ് മേളയെ കുറിച്ചൊക്കെ ചോദിച്ചില്ലേ? അതുപോലെ കുടുംബശ്രീയുടെ പദ്ധതികളൊക്കെ ചോദിക്കും. അപ്പൊ എന്താണ് ഈ ഓക്സലോ എന്ന് പറയുന്ന പ്രോഗ്രാം? നോക്കൂ, എന്താണ്? കുടുംബശ്രീയുടെ യുവനിരയായ ഓക്സിലറി ഗ്രൂപ്പ് ആണ്. അപ്പൊ ഏറ്റവും യൂത്ത് ആയിട്ടുള്ള കുടുംബശ്രീയിലെ അംഗങ്ങളെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം. അതിന്റെ ആദ്യത്തെ ഒരു വേർഷൻ ഈ പ്രാവശ്യം 2025 എവിടെ നടന്നു? കൊല്ലം ജില്ലയിൽ നടന്നു. ഇനി നിങ്ങൾ മറക്കണ്ട, നിങ്ങൾ ഈ PDF ഒക്കെ വായിച്ചു നോക്കുമ്പോൾ ഈ പത്രത്തിലെ ന്യൂസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കട്ടാ. ഇപ്പൊ ശാസ്താംകോട്ട കൊല്ലം. ഗില്ലൻ ബാരി സിൻഡ്രോം വന്നത് മൂവാറ്റുപുഴ. അങ്ങനെയാണെങ്കിൽ ഓക്സിലറി എന്നത് എവിടെ ആലോചിച്ച് നോക്കുക? ശാസ്താംകോട്ട കൊല്ലത്താണ് ഓക്സിലറി ഗ്രൂപ്പ് 2025 ബന്ധപ്പെട്ട ഈ ഒരു പരിപാടി. ഓക്സോമീറ്റ് ക്ലിയർ ആണ്. പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ ബിഗ് ബാങ് സ്ഫോടനത്തിന് ശേഷം എന്ത് സംഭവിച്ചെന്നറിയാൻ നാസ വിക്ഷേപിക്കുന്ന ബഹിരാകാശ ടെലസ്കോപ്പ് ആണ് സ്ഫിയറെക്സ്. 2025 മാർച്ച് 11. ഡേറ്റ് പഠിച്ചു വെച്ചേക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത്തരം ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഡേറ്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. 2025 മാർച്ച് 11 സ്ഫിയറെക്സ് എന്ന് പറയുന്ന നാസയുടെ ദൗത്യം പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ ബിഗ് ബാങ് സ്ഫോടനത്തിന് ശേഷം എന്ത് സംഭവിച്ചെന്നറിയാൻ നാസ വിക്ഷേപിക്കുന്ന ബഹിരാകാശ ടെലസ്കോപ്പ് ആണ് ഇത്, സ്ഫിയറെക്സ്. ഫോട്ടോ കണ്ട നിങ്ങള്? സ്വാതന്ത്ര്യം ലഭിച്ച 75 വർഷങ്ങൾക്ക് ശേഷം വോട്ട് ചെയ്ത ഛത്തീസ്ഗഡിലെ ഗ്രാമങ്ങളാണ് കെർലാപ്പെന്റെയും പൂർവതിയും കേട്ടോ. സുക്മ ജില്ലയിലെ 2 ഗ്രാമങ്ങളാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 75 വർഷത്തിന് ശേഷമാണ് ഇവിടെയുള്ള ജനങ്ങൾ വോട്ട് ചെയ്തത്.
കേരള, കേരള, പെൻഡ, പൂർവതി, പാർവതി, കരളെ പാർവതി എന്ന് ആലോചിച്ചോ. ഇതാണ് കരളയെ പാർവതി എന്ത് ചെയ്തു? വോട്ട് ചെയ്തു. തൽക്കാലം പഠിക്കാൻ വേണ്ടി കരളയെ പാർവതി എന്ന് പറഞ്ഞാണ്. കാരണം ഇതൊക്കെ നിങ്ങളെ മനസ്സിൽ കിട്ടൂ ഇല്ലെന്ന് എനിക്കറിയില്ല പരീക്ഷ ആണെന്ന്. അപ്പൊ അല്ലെങ്കിൽ പെൻഡുലം പാർവതി എന്നോ കേട്ടോ. എന്താണ്? കേരള, പെൻഡ, പൂർവതി, ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ സുക്മ ജില്ല. നക്സൽ ഭീഷണി കാരണം വോട്ടെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു ഈ ഗ്രാമങ്ങൾ. ദൈനംദിന ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി. ഞാൻ പറഞ്ഞല്ലോ, കുടുംബശ്രീയുടെ പദ്ധതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദൈനംദിന ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഉൾപ്പെടെ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന പരിപാടിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാർഹിക പരിചരണങ്ങൾ ഒരു കുടക്കീഴിലാണ്. കെ ഫോർ കെയർ, എല്ലാത്തിലും കെ ആയതുകൊണ്ട് കെ ഫോർ കെയർ ആണ് കുടുംബശ്രീ. കെ ഫോർ കെയർ പഠിച്ചു വെച്ചേ. ദൈനംദിന ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് കെ ഫോർ കെയർ. രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി 5 ദിവസത്തെ സന്ദർശനം നടത്തുന്ന രാജ്യമാണ് ഫ്രാൻസ്. നിങ്ങൾക്കറിയാം, ഫ്രാൻസും നമ്മൾ തമ്മിൽ നല്ല ബന്ധമാണ് അല്ലെ? റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ നമ്മൾ പലതും ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ കഥ നിങ്ങൾക്കറിയാം. അപ്പൊ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി 5 ദിവസത്തെ സന്ദർശനം നടത്തിയ രാജ്യമാണ് ഫ്രാൻസ്. 2025 ബുക്കർ പ്രൈസിന്റെ ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ ബാനു മുസ്താഖിന്റെ പുസ്തകമാണ് ഹേർട്ട് ലാമ്പ്. പഠിച്ചു വെച്ചേക്കുക. ഹാർട്ട് ലാമ്പ് എന്നൊരു പുസ്തകം, അത് അവിടെ കാണാൻ നിങ്ങൾക്ക്. ഹാർട്ട് ലാമ്പ് അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്ന പുസ്തകം ആരെഴുതി? ഭാനുപ്രിയല്ല, ബാനു മുസ്താഖ്. അപ്പൊ ഇതൊരു ചെറുകഥയാണ്. ഹാർട്ട് ലാമ്പ് പഠിച്ചു വെച്ചേ, എല്ലാവരും പഠിച്ചേ. ബാനുവിന്റെ ഹൃദയമാണ് അല്ലെ, അങ്ങനെ വേണമെങ്കിൽ ആലോചിച്ചോ. അപ്പൊ ഹേർട്ട് എന്നുള്ളത് ഹാർട്ട്, ബാനുവിന്റെ ഹൃദയം. എവിടെ കിട്ടി? ബുക്കർ പ്രൈസിൽ ബാനുവിന്റെ ഹൃദയം ബുക്കിൽ വരിച്ചു വെച്ചു അല്ലെ, ലോങ് ആയിട്ട്. അങ്ങനെ ആലോചിച്ച് വെച്ചേ. ബാനു മുസ്താഖ് മേഡത്തിനെ കാണാം, അവരുടെ കൃതി കാണാം, ഹേർട്ട് ലാമ്പ്. അപ്പോ ഈ ഒരു പോയിന്റ് സെറ്റ് അല്ലേ? ബാനു മുസ്താഖ്, ഹേർട്ട് ലാമ്പ് മറക്കണ്ട. വനാതിർത്തികളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ആനകളെ ഒഴിവാക്കാൻ IIT കോട്ടയം വികസിപ്പിച്ച ഡ്രോണ്. ടങ് സ്ലിപ്പ് അല്ല കേട്ടോ, IIT അല്ല, IIT കോട്ടയം വികസിപ്പിച്ച ഡ്രോൺ ആണ് അസ്ത്ര. അപ്പൊ അസ്ത്ര ഉണ്ടെങ്കിൽ അസ്ത്ര V1, അസ്ത്ര V1 ഉണ്ടെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ആനകളെ ഒഴിവാക്കാൻ പറ്റും എന്ന് ആലോചിക്കുക. രാജ്യത്ത് ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് കൊല്ലത്താണ്. രാജ്യത്ത് ആദ്യമായിട്ട് കടൽ മണൽ ഖനനം നടക്കുന്നു. കൊല്ലം തങ്കശ്ശേരിക്ക് സമീപം. അപ്പൊ കൊല്ലത്ത് എന്ത് നടക്കുന്നു? കടലില് മണൽ ഖനനം നടക്കുന്നു. അയ്യങ്കാളിയുടെ ജീവചരിത്രം പറയുന്ന കതിരവൻ സിനിമയിൽ അയ്യങ്കാളിയായി വേഷം ഇടുന്നത്, സിനിമ വന്നിട്ടില്ല, ഇത് ഒരു പക്ഷേ മാറാൻ സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. പക്ഷെ നിലവിൽ ആരാണ്? സിജു വിൽസൺ ആണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അയ്യങ്കാളിയുടെ ജീവചരിത്രം പറയുന്ന കതിരവൻ എന്ന സിനിമയില് അയ്യങ്കാളിയായി വേഷമുണ്ട്. കാരണം മുമ്പ് മമ്മൂട്ടിയൊക്കെ പറഞ്ഞിരുന്നു ഊഹാഭോഹങ്ങൾ, പക്ഷെ ഇപ്പം സിജു വിൽസൺ ആണ്. ഓർമ്മിച്ചിട്ടുണ്ട്, ഓർത്ത് വെച്ചേക്കുക. ചൈനയിലെ വവ്വാലുകളിൽ കണ്ടെത്തിയ പുതിയ കൊറോണ വൈറസ് ആണ് HKU5. ഹുക്കും, ടൈഗർ കാ ഹുക്കും എന്നൊക്കെ പറയുന്ന ഒരു പാട്ട് നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ ഹുക്കു 5 എന്താണ്? പുതിയ വവ്വാലിൽ നിന്നും കിട്ടിയ വൈറസ് ആണ്. ചൈനയിൽ വവ്വാലിൽ നിന്നും കണ്ടെത്തിയ പുതിയ കൊറോണ വൈറസ് ആണ് HKU5. പഠിച്ചോ? HKU5. അതിദരിദ്രമില്ലാത്ത ജില്ല എന്ന നേട്ടത്തിലേക്ക് ചുവട് വെക്കാൻ ഒരുങ്ങുന്നത് കൊല്ലമാണ്. അപ്പൊ കടലിൽ നിന്നും ഈ പറയുന്ന കടൽ മണൽ ഖനനം ചെയ്യുന്നു. എവിടെ? കൊല്ലം ജില്ല പറഞ്ഞു. അതിദരിദ്രമില്ലാത്ത ജില്ല എന്ന നേട്ടത്തിലേക്ക് ചുവട് വെക്കാൻ ഒരുങ്ങുന്നത് 2025 മാർച്ചിൽ കൊല്ലം ജില്ലയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത കലാമണ്ഡലം ചെണ്ട കലാകാരനാണ് കലാമണ്ഡലം ബാലസുന്ദരൻ. വളരെ പഠിച്ചു വെച്ചേക്കുക, ചോദിക്കാം. കലാമണ്ഡലം ബാലസുന്ദരൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിങ്ങൾ ഒരു പക്ഷേ കഥകളിയൊക്കെ എഴുതും, കാരണം സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇദ്ദേഹം ചെണ്ടയാണ്. അപ്പൊ ബാലസുന്ദരനാണ് കേട്ടോ, നല്ല സൗണ്ട് ഉണ്ടാക്കുന്ന ബാലസുന്ദരൻ. ചേട്ടന്റെ പേര് ഓർത്തു വെക്കുക, ബാലസുന്ദരൻ. ബാലസുന്ദരൻ എന്താണ്? ചെണ്ടക്കലാകാരനാണ് ബാലസുന്ദരൻ. കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യം, കഥകളി ഇവ 4 സമന്വയിപ്പിക്കുന്ന ഒരു നൃത്തരൂപമാണ് യജ്ഞസേനി. പിള്ളേരെ, കലാ, കായിക, സാഹിത്യ, സാംസ്കാരിക മേഖല ഇത്തിരി പാടാണ് നിങ്ങൾക്ക് പഠിക്കാൻ എനിക്കറിയാം.
അതുകൊണ്ട് തന്നെ ഇത്തരം പോയിന്റുകൾ ശ്രദ്ധിച്ചു വെക്കണം. ചെണ്ട കലാകാരൻ ബാലസുന്ദരൻ ചേട്ടൻ, കലാമണ്ഡലം ബാലസുന്ദരൻ ചേട്ടൻ. കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും ഭരതനാട്യവും കഥകളിയും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കാം? എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു യജ്ഞം നടക്കുന്ന ഫീലാണ് അല്ലേ? അപ്പൊ യാജ്ഞസേനി ഇതൊരു പുതിയ ഐറ്റം ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാം കൂടി വെച്ചുകൊണ്ട് കളിച്ചോ, യാജ്ഞസേനി. അപ്പൊ യജ്ഞം പോലെ ആലോചിക്കാം. കുച്ചിപ്പുടിയുണ്ട്, മോഹിനിയാട്ടുണ്ട്, ഭരതനാട്യമുണ്ട്, കഥകളിയുണ്ടെന്ന് ചിന്തിക്കുക. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ KP ശങ്കരൻ. ശങ്കരൻ ഇപ്പോഴും പനയിൽ തന്നെയാ, ശങ്കരൻ ഇപ്പോഴും തെങ്ങുമ്പോ തന്നെയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട് അല്ലെ? അപ്പോ ശങ്കരൻ ഇപ്പോൾ എവിടെയാണ്? പനയുടെ മുകളിലാണ്. അപ്പൊ മധു കുടിക്കാൻ കാക്ക വന്ന കഥയൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിച്ചിരുന്നു. അപ്പം കാലങ്ങൾ ഇങ്ങനെ കടന്നു പോവാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ 2023 22 24 പഠിച്ച സ്ഥിതിക്ക് 25 കൂട്ടുകാരെ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ജ്ഞാനപ്പന എന്ന് കേൾക്കുമ്പോൾ പനയിൽ ആരാണ്? നമ്മുടെ KP ശങ്കരേട്ടനാണ്. അപ്പം ശങ്കരൻ ഇപ്പോഴും പനയിൽ തന്നെയാണ്. സെറ്റാണോ? KP ശങ്കരൻ കിട്ടും. നിലമ്പൂരിലെ ടൂറിസം വികസനത്തിനായി ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുമായി ചേർന്ന് നബാർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമവിഹാർ. നബാർഡ് ആയതുകൊണ്ട് ഹിന്ദി ടച്ച് അല്ലെ? ഗ്രാമവിഹാർ പഠിച്ചു വെച്ചേ. നിലമ്പൂരിലെ ടൂറിസം വികസനത്തിനായി ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുമായി ചേർന്ന് നബാർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമവിഹാർ. ഖനന മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ലിഥിയം പര്യവേഷണത്തിലും വിഭവ വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ച രാജ്യമാണ് അർജന്റീന. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പിടിച്ചേ. ഖനന മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ലിഥിയം പര്യവേഷണത്തിന് വേണ്ടിയിട്ട് നമ്മളുമായി കൈകോർക്കുന്ന രാജ്യമാണ് അർജന്റീന. 2025 ടൈം മാഗസിൻ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വുമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകയാണ് മക്കളെ പൂർണിമ ദേവി ബർമൻ. കൃത്യമായിട്ട് പഠിച്ചേ. 2025 ടൈം മാഗസിൻ ഉൾപ്പെട്ട വനിത വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയ പരിസ്ഥിതി പ്രവർത്തക. ചോദിക്കാം, ഇവരുടെ മേഖല ഏതാണ്? പൂർണിമ ദേവി ബർമൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരുന്നു? പരിസ്ഥിതി പ്രവർത്തകയാണ് പൂർണിമ ദേവി ബർമൻ. ടൈംസ് മാഗസിന്റെ വുമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം പിടിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയ ദൗത്യത്തിന് അംഗീകാരം ലഭിച്ച ആദ്യത്തെ വൈകല്യമുള്ള ബഹിരാകാശ യാത്രികൻ ആരാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയ ദൗത്യത്തിന് അംഗീകാരം ലഭിച്ച ആദ്യത്തെ വൈകല്യമുള്ള ബഹിരാകാശ യാത്രികന്റെ പേരാണ് കുഞ്ഞുങ്ങളെ ജോൺ മക്ഫാൾ. ആരാണ്? ജോൺ മക്ഫാൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മക്ഫാൾ ആണ് എന്ത്? അദ്ദേഹത്തിന് ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ട് അല്ലെ മക്കളെ? ഇച്ചിരി ഫോൾട്ട് ഒക്കെ ഉണ്ട്. ഇത് അങ്ങനെ പറയല്ല കേട്ടോ, പഠിച്ചൊരു മാർക്ക് വാങ്ങണ്ടേ? അപ്പൊ മക്കളെ ഇച്ചിരി ഫോൾട്ട് ഉള്ള ഒരാൾ എങ്ങോട്ട് പോകുന്നു? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയ ദൗത്യത്തിലേക്ക് പോകുന്നു. ഇച്ചിരി ആദ്യത്തെ വൈകല്യമുള്ള ബഹിരാകാശ യാത്രികരാണ് മക്കളെ. ഫോൾട്ട് ഇച്ചിരി ഉണ്ട്. മക്കളെ ഫോൾട്ട് ഉള്ളവനെ അങ്ങോട്ട് വിടുന്നു. മക്ഫാൾ, ജോൺ മക്ഫാൾ. പേരൊന്നും കിട്ടിക്കോളുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. 2025 ഫെബ്രുവരിയിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ഡുക്കാനോ എത്രയെത്ര അഗ്നിപർവ്വതങ്ങളാണ് അല്ലെ നമ്മൾ ഇന്തോനേഷ്യയിൽ പഠിച്ചത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരു 3-4 നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിരുന്നു. ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്ത് അറിയുന്നവർ ഇന്തോനേഷ്യയിലുള്ള അഗ്നിപർവ്വതങ്ങളെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട് നോക്കട്ടെ. അപ്പൊ ഈ കമന്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നവർക്ക് അതൊക്കെ പഠിക്കാലോ. മൗണ്ട് ഡുക്കോണോ. അപ്പൊ മൗണ്ട് ഡുക്കോണോ പഠിച്ചു വെച്ചേക്കുക. മൗണ്ട് ഡുക്കോണോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. 2025 ഫെബ്രുവരിയിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ഡുക്കോണോ ഇന്തോനേഷ്യ. അടുത്തിടെ BOBP-IGO ബേ ഓഫ് ബംഗാൾ ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ BOBP-IGO അതിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിസ്സംശയം പറഞ്ഞു ഇന്ത്യയാണ്. എടാ ബംഗാൾ ഉൾക്കടലിലെ ബേ ഓഫ് ബംഗാളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പറയുന്ന രാജ്യങ്ങളുടെ അതിന്റെ ഒരു കൂട്ടായ്മയാണ് BOBP-IGO. ഈ ഒരു കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത് ഇന്ത്യയാണ്. പഠിച്ചു വെച്ചേക്കുക. അടുത്തിടെ അന്തരിച്ച മിലിംഗ് റെഗെ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നല്ല ക്വസ്റ്റ്യൻ ആണ്. മിലിംഗ് റെഗെ എന്നൊക്കെ എഴുത്തുകാരെന്നൊക്കെ ചിന്തിക്കേണ്ട. ഇദ്ദേഹം ക്രിക്കറ്റ് ആണ്. മിലിംഗ് റിഗെ ക്രിക്കറ്റ് ആണ്. 72ാമത് ലോക സുന്ദരി മിസ് വേൾഡ് മത്സരം
അപ്പൊ ലോക സുന്ദരി മത്സരം എവിടെ വെച്ച് നടക്കുന്നു? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഏതാ? സ്റ്റാർ ഇട്ട് വെക്കാം. ഹൈദരാബാദിലാണ്, അത് തെലുങ്കാനയിലാണ്. അപ്പൊ 72ാമത് ലോക സുന്ദരി കിരീട മത്സരം എവിടെ വെച്ചിട്ടാണ് നടക്കുന്ന സ്ഥലം പഠിച്ചു വെച്ചേ? തെലുങ്കാന, ഹൈദരാബാദ്. അങ്ങനെയാണെങ്കിൽ അടുത്തിടെ വൺ മാൻ ഓഫീസ്, OMO, ഓ മൈ ഗോഡ് എന്നല്ല, OMO അല്ലെ? OMO എന്ന് പറഞ്ഞാൽ വൺ മാൻ ഓഫീസ് ആണ്. ഇങ്ങനെ ഒരു ഓൺലൈൻ സേവനം ആരംഭിച്ച സ്ഥാപനമാണ് LIC അല്ലെ? LIC പണ്ടൊക്കെ ഏജന്റുമാർ നിങ്ങളെ ബസ്സിലൊക്കെ കയറി ഇങ്ങനെ ഇരുന്ന് നമ്മൾ സംസാരിക്കില്ലേ? അപ്പൊ ഒരു മനുഷ്യൻ ഉണ്ടാകുക LIC ഏജന്റ് ആയിട്ട്. അപ്പൊ വൺ മാൻ ഓഫീസ് പഠിക്കുക, LIC. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം എന്താണ് കുഞ്ഞുങ്ങളെ? ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് കൂട്ടുകാരെ. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം എവിടെയാണ്? ന്യൂഡൽഹി. ഏത് സംസ്ഥാനത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് ചോദിക്കും. അത് ഗുജറാത്തിലാണ്. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ മൃഗക്ഷേമത്തിനായുള്ള പ്രാണിമിത്ര ദേശീയ അവാർഡ് 2025 നേടിയതാരാണ്? പ്രാണികൾ അവാർഡ് അല്ല കേട്ടോ, മൃഗക്ഷേമത്തിനുള്ള ഒരു പുരസ്കാരമാണ്. ടൈറ്റിലാണത് പ്രാണിമിത്ര. അപ്പൊ അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ പ്രാണിമിത്ര എന്ന് പറയുന്ന അവാർഡ് കിട്ടിയത് ഇതിന്റെയൊക്കെ മെയിൻ ആളാണ്. ഇത് ഈ പറയുന്ന വൻ താര, ഗുജറാത്തില് നമ്മുടെ അംബാനിയുടെ അല്ലെ. അപ്പൊ ആനന്ദ് അംബാനി. നോക്കൂ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സംഘടിപ്പിക്കുന്ന ഗ്രിഡ് കോൺ 2025 ഉദ്ഘാടനം ചെയ്തത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ മനോഹർ ലാൽ ഖട്ടർ ആണ്. അപ്പൊ മനോഹർ ലാൽ ഖട്ടർ എന്താണ്? കേന്ദ്ര വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയാണെന്ന് പഠിച്ചു വെച്ചേക്കുക. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സംഘടിപ്പിക്കുന്ന ഗ്രിഡ് കോൺ 2025 ഉദ്ഘാടനം ചെയ്ത് ഇദ്ദേഹമാണ്. കേന്ദ്ര മന്ത്രിസഭയൊക്കെ കംപ്ലീറ്റ് രസകരമായി നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യട്ടോ. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമാവുന്ന എവിടെയാണ്? അത് കണ്ണപുരമാണ്, കണ്ണൂരാണ്. കൃത്യമായിട്ട് പഠിക്കണേ. ഹരിത റെയിൽവേ സ്റ്റേഷൻ എവിടെ വരുന്നു? കണ്ണപുരം. രഞ്ജി ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തുന്ന ബോളർ എന്ന റെക്കോർഡ് നേടുന്നത് ഹർഷ് ദുബെയാണ് മക്കളെ, വിദർഭ. നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം, നല്ല ചോദ്യമാണ്. രഞ്ജി ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തുന്ന ബൗളർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഹർഷ് ദുബെയാണ്. അദ്ദേഹം വിദർഭയാണ്. പാലങ്ങളുടെയും ഫ്ലൈ ഓവറുകളുടെയും അടിഭാഗത്ത് ഷട്ടിൽ കോർട്ട്, ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതിയാണ് വി പാർക്ക്. എന്താണ്? വി പാർക്ക്. പാലങ്ങളുടെയും ഫ്ലൈ ഓവറുകളുടെയും അടിഭാഗത്ത് ഷട്ടിൽ കോർട്ട്, ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതിയാണ് വി പാർക്ക്. ആദ്യഘട്ടം നടപ്പിലാക്കിയത് കൊല്ലത്തും കോഴിക്കോടുമാണ്. 59ാമത് ജ്ഞാനപീഠം പുരസ്കാരം ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും ഹൈലൈറ്റ് ചോദ്യമാണിത്. ആർക്കാണ് കിട്ടിയത്? ഉറപ്പായിട്ടും നിങ്ങൾ എഴുതാൻ പോകുന്ന അടുത്ത PSC പരീക്ഷകളിൽ ഈ ചോദ്യം വന്നിരിക്കും, 100% ഗ്യാരണ്ടിയാണ്. 59 സംഖ്യ മറക്കണ്ട. 59ാമത് ജ്ഞാനപീഠം എല്ലാവർക്കും അറിയാം, വിനോദ് കുമാർ ശുക്ലയാണ്. ഇതാ സാറിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. വിനോദ് കുമാർ ശുക്ല, അദ്ദേഹം ഛത്തീസ്ഗഡുകാരനാണ്. ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കുന്ന 12ാമത്തെ ഹിന്ദി സാഹിത്യകാരൻ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഇദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 1999 ലഭിച്ചിരുന്നു. 1999 കേന്ദ്ര സാഹിത്യ അക്കാദമി. ഇദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരമാണ് ലഗ് ബഗ് ജയ് ഹിന്ദ്. ഇദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരം ലഗ് ബഗ് ജയ് ഹിന്ദ്. ഇദ്ദേഹത്തിന്റെ കൃതികൾ നോക്കിക്കേ. കവിതാ സേ ലംബി കവിത, ദീവാർ മേ എക് ഖിഡ്കി രഹതി ഥി, നൗകർ കി കമീസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ ഇപ്പൊ കോഡാക്കാൻ മുതിരുന്നില്ല, നിങ്ങൾ ഇത് രസകരമായി ആലോചിച്ച് പഠിക്കുക. കവിതാ സേ ലംബി കവിത, ദീവാർ മേ എക് ഖിഡ്കി രഹതി ഥി, നൗകർ കി കമീസ്. നൗകർ കി കമീസ്, ദീവാർ മേ എക് ഖിഡ്കി രഹതി ഥി, കവിതാ സേ ലംബി കവിത. കൃത്യമായിട്ട് പഠിക്കുക. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം പുരസ്കാരം നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഇദ്ദേഹം. ഓക്കെ. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം നീതി ആയോഗുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന വനിതാ സംരംഭകത്വ പരിപാടിയാണ് സ്വവലംബിനി. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് സ്വവലംബിനി. സ്വവലംബിനി. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം നീതി ആയോഗുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന വനിതാ സംരംഭകത്വ പരിപാടിയാണ് സ്വവലംബിനി. ഏതാണ്? സ്വവലംബിനി. ക്ലാസിക്കൽ ചെസ് ലോക റാങ്കിങ്ങിൽ 3ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ യുവ ചെസ് താരമാണ് ഡി ഗുഗേഷ്. ഡി ഗുഗേഷ് അടുത്തിടെ അന്തരിച്ച വിഖ്യാത സോവിയറ്റിന്റെ ചെസ് താരം. ഗുഗേഷിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇതാ ഈ ഒരു അപ്പൂപ്പനെ കാണാൻ നിങ്ങൾക്ക്. ഇദ്ദേഹം ചെസ് താരമാണ്. ഇതിന്റെ പേരാണ് ബോറിസ് സ്പസ്കി. സ്പെക്സ് ഒക്കെ വെച്ച് നല്ല
കാണാൻ ബോറൊന്നും ഇല്ലെങ്കിൽ നല്ല മനുഷ്യനല്ലേ, ബോറിക്സ് പെസ്കി. ഒന്നിങ്ങനെ പറഞ്ഞു നോക്കുക കേട്ടോ. സോവിയറ്റിന്റെ ചെസ് 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 ബോറിസ്. ചെസ് ബോറടിക്കാത്ത കളിയാണ്, അല്ലെ ബോറടിക്കുന്ന കളിയാണ്. അപ്പൊ ചെസ് താരം ബോറി പഠിച്ചു നോക്കുക. മൈക്രോസോഫ്റ്റ് നിർത്തലാക്കുന്ന പ്രശസ്ത വീഡിയോ കോളിംഗ് ആപ്പാണ് സ്കൈപ്പ്. പിള്ളേരെ ഏതാണ്? മൈക്രോസോഫ്റ്റ് നിർത്തലാക്കുന്ന പ്രശസ്ത വീഡിയോ കോളിംഗ് ആപ്പ് സ്കൈപ്പ് ആണ്. അപ്പൊ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കാനുണ്ട്. 2025 ഒരു 2 ക്ലാസ് കൂടി ഉണ്ടാവും. ടോട്ടൽ 10 ക്ലാസ്സുകളാണ് 2025 നിങ്ങൾ അടുത്ത എഴുതാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് ഒയ്ക്ക് മുമ്പായിട്ട് പഠിക്കേണ്ടത്. 2024 ക്ലാസ്സുകളും ഉടൻ തന്നെ മുഴുവനായിട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് വേണം. നിങ്ങൾ ഇങ്ങനെ ക്ലാസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ മാക്സിമം നിങ്ങൾ ക്ലാസ് കാണാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് എനിക്ക് ക്ലാസ്സുകൾ ചെയ്യാൻ ഊർജ്ജമാവുക. നമുക്ക് അടുത്ത ക്ലാസ് കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.